ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്. ഒരെണ്ണം കിട്ടിയത് ചുമ്മാ അതിൻ്റെ കുരു വലിച്ചെറിഞ്ഞതാണ്. നമുക്ക് ഇഷ്ടം പോലെ നല്ല രസമല്ലേ, കാണാനും നല്ല രസമാണ്. അതുപോലെ ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ധാരാളമായി വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഈ 4 സാധനം നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന വൈറ്റമിൻ എ നമ്മുടെ കണ്ണിനും സ്കിന്നിനും ഏറ്റവും ഗുണപ്രദമായുള്ള സാധനമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, റെസിസ്റ്റൻസ് പവർ കൂട്ടുന്നു. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി നമുക്ക് റെസിസ്റ്റൻസ് പവർ കൂട്ടി, ഇമ്മ്യൂണിറ്റി കൂട്ടി പല അസുഖങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ പൊട്ടാഷ്യം കൂടുതലായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഡൈജഷനെ കൂട്ടി നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കുന്നു. അങ്ങനെ നമുക്ക് ഒത്തിരി ഗുണപ്രദമാണ്. ചുമ്മാ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് ഏതെങ്കിലും മരത്തെ കയറിപ്പോയി നമുക്ക് ഇഷ്ടം പോലെ ഇത് സ്ക്വാഷ് അതുപോലെ വൈൻ ഉണ്ടാക്കാം. നമുക്കിത് സൂക്ഷിച്ച് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ, ഇതിൻ്റെ പൾപ്പെടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നമുക്കിതിനെ ആരെങ്കിലും വിരുന്നക്കാർ വരുമ്പം അതും ഇത് സ്ക്വാഷ് മറ്റേ നമ്മുടെ പെപ്സി മിരണ്ട അങ്ങനെയുള്ള ദോഷകരമായ സാധനങ്ങൾ മേടിക്കാൻ പോകാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഇതിൻ്റെ പൾപ്പ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അരിച്ചതിന് ശേഷം, അരിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം അത് കഴിച്ചാൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. ഒത്തിരി കൂടുതലായിട്ടുള്ളത് കഴിക്കാതിരുന്നാൽ മതി, കാരണം ഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ദഹനശേഷി കുറയുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത് 2-3 എണ്ണത്തിൽ കൂടുതൽ ഈ കുരു ഉൾപ്പെടെ ഉള്ളത് നമ്മൾ കഴിച്ചാലുള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് കോൺസ്റ്റിപ്പേഷൻ തടയാനും ഡൈജഷൻ കൂട്ടാനും എല്ലാം നമുക്ക് ഉപകരിക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം. വൈറ്റമിൻ സിയുടെ സിറം ഉപയോഗിക്കുന്നതിനേക്കാൾ ഇതായിട്ട് നാച്ചുറലായിട്ട് ഫേഷ്യൽ നമുക്ക് കിട്ടും. ഉപയോഗിക്കുക, രക്ഷ നേടുക, മുഖത്തെയും സ്കിന്നിനെയും ശരീരത്തെയും എല്ലാം സംരക്ഷിക്കുക.